ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രത്യേകിച്ച് ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങളും പീഡകളും, ഒരുപക്ഷെ വല്ലാണ്ട് ക്ഷീണിച്ചൊക്കെ ഇവിടെ നിൽക്കുന്നവരുണ്ട്, വല്ലാണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, വലിയ ആകുലതകളിലും ഉത്കണ്ഠകളിലും പെട്ട് കഴിയുന്നവരുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും, അത് ഈ പോട്ടാശ്രമത്തിൽ മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും ഒരു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കും. ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഈശോ ഏറ്റെടുക്കുകയാണ്. യേശു തൻ്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് അയക്കുകയാണ്. ഓരോ വ്യക്തിയും അത് തിരിച്ചറിയുക. പ്രത്യേകിച്ച് ശരീരത്തിലൂടെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ നമ്മുടെ ശ്വാസനിശ്വാസങ്ങളിൽ ഇതാ ഈശോയുടെ ശക്തി, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. നമ്മുടെ ശ്വാസനിശ്വാസങ്ങളിൽ, നാഡീ ഞരമ്പുകളിൽ, രക്തധമനികളിലൂടെ യേശുവിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. പ്രത്യേകിച്ച് രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിലേക്ക് യേശുവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയം തന്നെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ, ഇതാ ഈ പോട്ടാശ്രമത്തിലെ ദൈവജനത്തോട് ചേർന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് വലിയൊരു അഭിഷേകം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ ഈ ശുശ്രൂഷ സമയം വെളിപ്പെടാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും അത് അനുഭവിക്കാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. സ്വരമുയർത്തി ദാഹത്തോടെ യേശുവേ എന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. വലിയൊരു ദൈവകൃപ, വലിയൊരു ദൈവശക്തി പ്രാർത്ഥിക്കുന്ന ഈ സമയം ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. ക്ഷീണം, അലസത, മരവിപ്പ് കർത്താവ് എടുത്തു മാറ്റട്ടെ. കർത്താവിൻ്റെ ശക്തി നിന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കട്ടെ. നിന്റെ ശരീരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും കർത്താവ് എടുത്തു മാറ്റട്ടെ. എതിർചിന്തകൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം നിന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കട്ടെ. വിശ്വസിച്ച് കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. കൈകളടിച്ചേ, കണ്ണുകളടച്ച് കൈയടിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ എന്നിൽ അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് പോരാ, നല്ല കൈയടി. എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. മഴയായി എന്നിൽ പെയ്യണമേ, തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് ആമേൻ. യേശുവിനാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ എന്നിൽ നിറയണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം ഈ ദൈവജനത്തിലേക്ക് ചൊരിയട്ടെ.
എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവെടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ബന്ധക്കുസ്ത പ്രാർത്ഥിക്കുന്ന ഈ സമയം ദൈവജനത്തിന് സംഭവിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും യാചനാപൂർവം പരിശുദ്ധ അൽത്താരിലേക്ക് നിവർത്തി പിടിക്കുക. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ഉള്ളിലുള്ള നിയോഗങ്ങൾ ഓർക്കുക. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വെറുതെയല്ല, ഇതൊരു കലാപരിപാടി കാണുന്നത് പോലെയല്ല, മറിച്ച് വ്യക്തമായി നിയോഗം സമർപ്പിച്ചുകൊണ്ടാണ്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ കാണപ്പെടുന്ന ഒരടയാളം, ഒരത്ഭുതം സംഭവിക്കട്ടെ. വിശ്വസിച്ചോളൂ, പ്രാർത്ഥിച്ചേ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ വിശ്വസിക്കുക. കരങ്ങൾ നീട്ടിപ്പിടിച്ചോ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ. എന്നിട്ട് ഈശോയോട് പറ, ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിലത് സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരങ്ങൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കരങ്ങൾ കൂപ്പി അൾത്താരിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവർക്ക് പുഞ്ചിരിച്ച് ഒരു സ്തുതി കൊടുക്കാം. അതിനുശേഷം ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളിതൊരു വചന ശുശ്രൂഷ സമയമാണ്. സാധിക്കുമെങ്കിൽ ബൈബിളോ നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ചില വചനങ്ങളൊക്കെ പറയുമ്പോൾ അത് എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. വലത് കൈയുള്ളവർ വലത് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇടത് കൈയുള്ളവർ ഇടത് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് വീശി ഒന്ന് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിവർന്നിരുന്നേ. നമുക്കൊരു വചനഭാഗം, നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ്. പക്ഷേ ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗം. അത് പഴയ നിയമത്തിലെ സഭാപ്രസംഗകൻ്റെ പുസ്തകമാണ്. സഭാപ്രസംഗകൻ്റെ പുസ്തകം, അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്. സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം. അതിനൊരു മനോഹരമായിട്ടുള്ളൊരു ഹെഡിങ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. സഭാപ്രസംഗകൻ്റെ പുസ്തകം 3-ാം അധ്യായം. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഓരോന്നിനുമുണ്ട് സമയം. ഒന്ന് പറഞ്ഞേ, ചിലടൊച്ചത്തിൽ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ഓരോന്നിനുമുണ്ട് സമയം. പറച്ചിൽ ശരിയായില്ല, ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ. ഓരോന്നിനുമുണ്ട് സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി എൻ്റെ കൂട്ടത്തിൽ ആ വചനം ഒന്ന് ഏറ്റു പറയണം കേട്ടോ. 1-ാം വചനം തൊട്ട് 3-ാം അധ്യായം 1-ാം വചനം തൊട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ പറയണം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പറഞ്ഞേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, കൊല്ലാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിക്കാൻ ഒരു കാലം, നഷ്ടപ്പെടുത്താൻ ഒരു കാലം, സൂക്ഷിച്ചു വെക്കാൻ ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം, കീറാൻ
കീറാൻ ഒരു കാലം, കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, സ്നേഹിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, ദ്വേഷിക്കാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനത്തിന് ഒരു കാലം. സമാധാനത്തിന് ഒരു കാലം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഒരു സമയം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയം. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈ പറഞ്ഞ വചനഭാഗം നമ്മൾ പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു പക്ഷെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതേത് കാലം അല്ലേ? ഇത് മഴക്കാലം, പിന്നെ വേനൽക്കാലം. അപ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ, എപ്പോഴാണ് എൻ്റെ അവസ്ഥ എന്നിങ്ങനെ പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വചനഭാഗം വായിച്ച് നമ്മൾ ഈ പറഞ്ഞ സമയത്തെക്കുറിച്ച്, കാലത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പോവാണ്. ആരുടെ സുവിശേഷം? ഒച്ചത്തി പറ. യോഹന്നാന്റെ സുവിശേഷം. എത്ര സുവിശേഷങ്ങളുണ്ട്? 4. ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങൾ ഒരുപോലെ അത് വ്യാഖ്യാനിക്കാനും വായിക്കാനും പറ്റും. പക്ഷേ ഈ യോഹന്നാന്റെ സുവിശേഷം അത്ര എളുപ്പമല്ല. യോഹന്നാന്റെ ഭാഷാരീതി, രചനാശൈലി വളരെ വ്യത്യസ്തമാണ്. യോഹന്നാൻ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? നമ്മുടെ അറിവിൽ യോഹന്നാൻ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഒന്ന് എണ്ണി നോക്കിക്കേ. യോഹന്നാൻ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ എണ്ണിയിട്ടുണ്ട്? എണ്ണി. ഇത് ഈ ഒരു മര്യാദയ്ക്ക് പറ, കാരണം 4-5-6 എന്നൊക്കെ പറഞ്ഞു പോകാതെ. എത്ര എണ്ണമുണ്ട്? എത്ര പുസ്തകം ബൈബിളിൽ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്? ലേലം വിളി പോലെയാ ചിലർ. 4, 5, 6, 7. നമുക്കൊന്ന് ഉറപ്പിക്കണ്ടേ? ചേച്ചി ഉറപ്പിക്കുക ചേച്ചി. എത്ര പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്? യോഹന്നാന്റെ ഒരു സുവിശേഷം. സംശയമുണ്ടോ? പറ. ഇല്ല. ഒരു വെളിപാട് പുസ്തകം. എത്ര പുസ്തകം? ഒരു വെളിപാട് പുസ്തകം. വെളിപാട് പറഞ്ഞേ. വെളിച്ചപ്പാടല്ല, വെളിപാട്. വെളിപാട്, ബുക്ക് ഓഫ് റെവലേഷൻ. അപ്പം ഇപ്പം 2 പുസ്തകമായില്ലേ? ഇനി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്? 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രയായി? 3 2 എത്രയായി? 5 പുസ്തകങ്ങൾ യോഹന്നാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. 5 പുസ്തകങ്ങൾ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയണം. എത്ര പുസ്തകം? 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ ഭാഷാ ശൈലി വളരെ കട്ടി പിടിച്ചതാണ്. സാധാരണഗതിയിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. മത്തായിനെ, മർക്കോസിനെ, ലൂക്കാസിനെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കഥ പോലെ ചില നരേഷനൊക്കെ വായിക്കാൻ സാധിക്കും. പക്ഷേ യോഹന്നാൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയുടെ വ്യത്യാസം കൊണ്ട് തന്നെ ഈ പുസ്തകം വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ചില പ്രതീകങ്ങളൊക്കെ ഉപയോഗിക്കും, ചില ഭാഷാ ശൈലികളൊക്കെ ഉപയോഗിക്കും. ഉദാഹരണത്തിന്, നിക്കോദെമോസ് യേശുവിനെ കാണാൻ ഏത് സമയത്ത് വന്നു? രാത്രിയിൽ വന്നു. അപ്പം രാത്രി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. രാത്രി എന്ന് പറയുന്ന അന്ധകാരം, ഇരുട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ നിക്കോദെമോസ് യേശുവിനെ കാണാൻ രാത്രി വന്നു. പിന്നീട് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്നറിയാവോ? പ്രകാശത്തിൽ, പകലാണ് തിരിച്ചു പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇരുട്ടത്ത് വന്ന ഒരാൾ, ജീവിതത്തിൽ നിരാശപ്പെട്ട് വന്ന ഒരാൾ, അസ്വസ്ഥമായിട്ട് വന്ന ഒരാൾ പ്രകാശത്തിൽ, സന്തോഷത്തിൽ തിരിച്ചു പോകുന്നു എന്നിങ്ങനെ അനേക പ്രതീകങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35 മുതലുള്ള തിരുവചന ഭാഗം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 35, 35 മുതലുള്ള വചനം ഞാൻ വായിക്കാം. ബൈബിൾ ഉള്ളവർ എൻ്റെ കൂട്ടത്തിൽ വായിക്കണം, ഇല്ലാത്തവർ ശ്രദ്ധിക്കുക. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അർത്ഥം.
അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the ഈ Lord. വചനഭാഗം പരിചയമുണ്ടല്ലോ, ഉണ്ടാവണമല്ലോ, പലതവണ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, വചനം ഇങ്ങനെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 10 മണിക്കൂർ ആയിരുന്നു. എത്ര മണിക്കൂർ? 10 മണിക്കൂർ ആയിരുന്നുവെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ ഇത് വായിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷകനായ യോഹന്നാൻ ചില ആത്മീയ ബോധ്യങ്ങൾ നൽകുകയാണ്. എപ്പോഴാണ് 10 മണിക്കൂർ എന്ന് എഴുതിയിരിക്കുന്നതെന്നറിയോ? അവർ ചെന്ന് യേശുവിനോടുകൂടെ താമസിച്ചു. വചനം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. യേശുവിൻ്റെ പക്കലേക്ക് വന്ന ആദ്യത്തെ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ചെന്ന് താമസിച്ചതിനെയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ മണിക്കൂറിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പല സ്ഥലങ്ങളിലായിട്ട് പല രീതികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 1-2 വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് അല്പം കൂടെ മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 4:6 തുറന്ന് വായിച്ചോ. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിൽ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. കണ്ടോ, യോഹന്നാൻ ശ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കണം, അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. മണിക്കൂറിനെ കുറിച്ചാണ്. നമുക്ക് വീണ്ടും 19-ാം അധ്യായം വായിക്കാം. 19-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. 19-14 യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 14-ാം തിരുവചനം. ഒച്ചത്തി വായിച്ചേ. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ച് ഈ മണിക്കൂറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു, 6 മണിക്കൂറായിരുന്നു എന്നിങ്ങനെ യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെയല്ല, കൃത്യമായ ഉദ്ദേശത്തോടുകൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്രീക്ക് ഭാഷയിൽ മണിക്കൂറിനെ 2 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കൊന്ന് പറഞ്ഞേ, പഠിച്ചോ. 2 വാക്കുകൾ ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിൽ. ചിലരെന്നെ തുറിച്ചു നോക്കുന്നുണ്ട്, മലയാളം തന്നെ കഷ്ടപ്പെട്ടാണ് പറയുന്നത്, പിന്നെയാണ് ഗ്രീക്ക്. സാരയില്ല, വെറുതെ കേട്ടാൽ മതി. ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകൾ. ഒന്നാമത്തത് ക്രോണോസ് എന്ന് പറയും. എന്താണ് എന്ന് പറഞ്ഞേ? ക്രോണോസ്. പറഞ്ഞോ, പല്ല് തെറിച്ച് പോകത്തില്ല. പറഞ്ഞോ, ക്രോണോസ്. ക്രോണോസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടൈം, ഘടികാര സമയം എന്നാണ് അർത്ഥം. ഇപ്പോൾ സമയം എത്രയായി നോക്കൂ, സമയം എത്രയായി? 12:15. ഇതാണ് ക്ലോക്ക് ടൈം. ക്രോണോസ് എന്ന് പറയും. ക്രോണോസ്. ഇനി മറ്റൊരു വാക്കുണ്ട്, കെയ്റോസ്. പറഞ്ഞേ, കെയ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം. എന്തായത് ദൈവം ഒരു വ്യക്തിയിൽ ഇടപെടുന്ന സമയം. ദൈവം ഒരു വ്യക്തിയിൽ ഇടപെടുന്ന സമയം. അപ്പം 2 വാക്കുകൾ പഠിച്ചു. ഒന്ന് ക്രോണോസ്, മറ്റൊന്ന് കെയ്റോസ്. കെയ്റോസ്. പറഞ്ഞേ, കെയ്റോസ്. അങ്ങനെ പുസ്തകമുണ്ട്, കെയ്റോസ് ശുശ്രൂഷയുണ്ട്, കെയ്റോസ് വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകൾ നമുക്ക് പരിചയമുണ്ട്. കെയ്റോസ് എന്താണ് വാക്ക്? കെയ്റോസ്. അപ്പോൾ ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടികാര സമയം, കെയ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയം. അപ്പം ഇപ്പോൾ നമ്മൾ വായിച്ചത് ആദ്യ 2 ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ചെന്ന് താമസിച്ചു. യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നു, അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അത് ക്രോണോസ് അല്ല, അത് കെയ്റോസ് ആണ്. അതായത് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു സമയമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ഒരു മനുഷ്യനിൽ വ്യക്തിപരമായി ഇടപെടുന്ന സമയത്തെയാണ്, ഗോഡ്സ് അപ്പോയിന്റഡ് ടൈമിനെയാണ് കെയ്റോസ് എന്ന് പറയുന്നത്. ഇത് നമ്മളിവിടെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ
ഒത്തിരി കെയ്റോസ് അനുഭവങ്ങൾ ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന്. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങോട്ട് വന്നത് ക്രോണോസ് ഘടികാര സമയം നോക്കിയിട്ടാണ്. കാരണം പോട്ട ആശ്രമത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി കൃത്യസമയമൊക്കെ നോക്കി ബസ് പിടിച്ച് ഒക്കെ ഇവിടെ എത്തിയവരുണ്ട് അല്ലേ? പ്രിയദർശിനി ബസ്സിൽ വന്നവരുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. എല്ലാ ദിവസവും വരണം കേട്ടോ, ഫ്രീ അല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ അതെ, ശ്രദ്ധിച്ചേ. അതായത് രാവിലെ നമ്മൾ സമയം നോക്കി, ബസ്സിൻ്റെ സമയം നോക്കി നമ്മൾ ഇവിടെ എത്തി. ഇവിടെ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, ഒത്തിരി കൃപകൾ സ്വീകരിക്കുന്നു. നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ വെറും ക്രോണോസ് സമയത്തെ നോക്കിയിട്ടല്ല, മറിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ദൈവം ഇടപെടുന്നതിനെയാണ് കെയ്റോസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിശ്ചയമായും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ജീവിതത്തിൽ ഏതോ ഒരു സമയത്ത് കെയ്റോസ് അനുഭവം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഒച്ചത്തി പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അത് ഓൺലൈനിലാണെങ്കിൽ ഓഫ്ലൈനിലാണെങ്കിൽ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എവിടെയോ ഏതോ സമയങ്ങളിൽ ദൈവം വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ചിലർ പറയും ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇടപെട്ടിട്ടില്ല. ഇല്ല, അങ്ങനെയല്ല. നീ നന്നായി ആലോചിച്ചാൽ മനസ്സിലാകും, നിന്റെ ജീവിതത്തിൽ ദൈവം ചില സമയങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടപെട്ട അനുഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കെയ്റോസ് അനുഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ആ കെയ്റോസ് അനുഭവമായിട്ടാണ്. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്ത, നിനക്ക് കെയ്റോസ് അനുഭവം ഉണ്ടെന്ന്. അടുത്തിരിക്കുന്ന ആളോട് പറ, നിനക്ക് കെയ്റോസ് അനുഭവം ഉണ്ട്. കെയ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന്. നിശ്ചയമായും ഇടപെട്ടിട്ടുണ്ട്. ഒരു പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നതാ ദൈവമേ, കുറേ നാളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരവൊന്നും കിട്ടുന്നില്ലല്ലോ, വല്ലാത്ത ഭാരമാണല്ലോ, സങ്കടമാണല്ലോ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മൾ ഇന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പ് നമ്മൾ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കൃപകൾ കിട്ടിയവരാണ്. നമ്മളത് കാണുന്നില്ല. നമ്മളത് കാണാതെ ഇന്നത്തെ ഈ പ്രതിസന്ധിയിൽ ഇരുന്നുകൊണ്ട് എണ്ണിപ്പെറുക്കി പരാതി പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇന്നത്തെ ദൈവ മക്കളുടെ ദൗത്യം എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട സന്ദർഭങ്ങളെ ഓർക്കണം, ധ്യാനിക്കണം. ദൈവം ജീവിതത്തിൽ ഇടപെട്ട പല സന്ദർഭങ്ങൾ, പല മേഖലകൾ ജീവിതത്തിലുണ്ട്. ആ സന്ദർഭങ്ങളെ ഓർക്കണം. നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പിറുപിറുക്കാതെ നന്ദി പറഞ്ഞ് പഠിക്കണം. അടുത്തിരിക്കുന്ന ആളോട് അതും കൂടെ പറഞ്ഞു കൊടുക്കും. പിറുപിറുക്കാതെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യരുതെന്ന്? പിറുപിറുക്കാതെ നന്ദി പറഞ്ഞ്. അതായത് ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്നതാ ഒന്നും ഇല്ലെന്ന് അല്ല. ജീവിതത്തിൽ ഇഷ്ടം പോലെ അനുഭവങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ അനുഭവങ്ങൾ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്ത വണ്ണം. നമ്മളത് നോക്കുന്നില്ലെന്നേ ഉള്ളൂ, നമ്മളത് കാണണം. ദൈവം ജീവിതത്തിൽ പല രൂപത്തിലും ഭാവത്തിലും നമ്മളെ നടത്തിയിട്ടുണ്ട്. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അല്ലേ? നമ്മൾ അതിന്റെ 4-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 4. 2-ാം അധ്യായം 4-ാം തിരുവചനം വായിച്ചേ. യേശു അവളോട് പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്റെ സമയം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത സമയം, ടൈം, സമയത്തെ കുറിച്ചാണ്. വീണ്ടും അതിന്റെ 7-ാം അധ്യായം 30-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ചാപ്റ്റർ 7 വേഴ്സ് 30. 7-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം വായിച്ചാലോ. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സമയം ഇനിയും വന്നില്ല. അവന്റെ സമയം. വീണ്ടും 8-ാം അധ്യായം 20-ാം തിരുവചനം വായിച്ചേ. 8-ാം അധ്യായം 20-ാം തിരുവചനം. അത് തന്നെ, ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം
അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. 12-ാം അധ്യായം 23-ാം തിരുവചനം വായിച്ചേ. 12-ാം അധ്യായം ചാപ്റ്റർ 12 വേഴ്സ് 23. 12-ാം അധ്യായം അതിന്റെ 23-ാം തിരുവചനം. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. 13-ാം അധ്യായം 1-ാം വചനം വായിച്ചാലോ. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. 17-ാം അധ്യായം 1-ാം വചനം വായിച്ചേ. 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരുടെ സുവിശേഷാണ്? യോഹന്നാന്റെ സുവിശേഷം. മറ്റ് സുവിശേഷങ്ങൾ കാണാത്തൊരു പ്രത്യേകതയാണ് ഈ സമയം, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു ആത്മീയ സത്യത്തെ യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനേക സമയങ്ങളുണ്ട്. ഇന്നൊരു പക്ഷെ നീ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് മൊത്തം സ്റ്റക്കായിട്ട് ആകെ പരുവക്കേടിൽ ഇരിക്കുമായിരിക്കും. എന്നാൽ നീ ഓർക്കണം, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനേക സമയങ്ങളുണ്ട്. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം ഇത്രത്തോളം നാള് നിനക്ക് കെയ്റോസ്, ദൈവം ഇടപെട്ട അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അതേ അനുഭവങ്ങൾ നിന്നിൽ ആവർത്തിക്കും. ഇനിയും നിന്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ദൈവിക ഇടപെടൽ നിന്റെ കൺവെട്ടത്ത് നീ കാണും. പറഞ്ഞേ ആമേൻ, ആമേൻ. ഇത് വിശ്വസിച്ചോണം. ഇവിടെ ഇരിക്കുമ്പോൾ ചിലരുടെ ചിന്തയുണ്ട്, അച്ഛാ എൻ്റെ കാര്യം ഓക്കെ, പക്ഷെ എൻ്റെ മകൻ്റെ കാര്യം, എൻ്റെ മകളുടെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, അയ്യോ അവർക്കൊന്നും ഈ പറഞ്ഞതൊന്നും കിട്ടുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവരുടെ ഉള്ളിലും ഇപ്രകാരമുള്ള ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ബലം. ഈ പ്രാർത്ഥനയുടെ ബലം എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന അത് ഈ 4 ചുവരുകൾക്കുള്ളിലല്ല നിൽക്കുന്നത്, സ്ഥലകാലങ്ങൾക്കതീതമായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അമേരിക്കയിലാവാം, UK-യിലാവാം, ഓസ്ട്രേലിയയിലാവാം, കാനഡയിലാവാം, എത്ര കാതമകലെയാണെങ്കിലും ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓരോ ദേശത്തും അനുഗ്രഹമായി അവരുടെ ശിരസിന് മുകളിലേക്ക് എത്തും. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് പ്രാർത്ഥനയുടെ ബലം. ദൈവം വ്യക്തികളിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. ദൈവം വ്യക്തികളിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചോണം. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഏത് അനുഭവങ്ങളിലാണെങ്കിലും ശ്രദ്ധിച്ചോണം. ഈ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മ തന്റെ ജീവിത അനുഭവം പങ്കുവച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായ ഒരു പ്രചോദനം. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ബിസിനസ്സൊക്കെ നടത്തുന്നവനാണ്, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം. ഈ പാവപ്പെട്ട കന്യാസ്ത്രീയം എന്ത് ചെയ്തെന്നറിയോ? ജപമാല എടുത്തുകൊണ്ട് നേരെ ദേവാലയത്തിൽ പോയി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പം ഈ പറഞ്ഞ ചെറുപ്പക്കാരനെ കുറിച്ച് ഈ കന്യാസ്ത്രീയമ്മയ്ക്ക് ഒത്തിരി വലിയ വിവരമൊന്നുമില്ല. ബന്ധുവാണെന്നറിയാം, കല്യാണം കഴിച്ച് 2 കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവന് ബിസിനസ് ഉണ്ടെന്നറിയാം. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ പ്രചോദനം കിട്ടി. ആ മകൻ്റെ മുഖം മനസ്സിലോട്ട് വരുന്നു, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ കിട്ടിയ പ്രചോദനം അനുസരിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഇവൻ ഭാര്യയോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വഴക്കുണ്ടാക്കിയതിന് ശേഷം ഇവനൊരു കാര്യം തീരുമാനിച്ചു, ജീവിതം അവസാനിപ്പിക്കാം. ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവൻ കുറേ ഗുളികകൾ എവിടുന്നോ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. ആ ഗുളികകളെല്ലാം കൂടെ കഴിച്ചു. ഇവൻ ഈ ഗുളികകൾ കഴിക്കുന്നതിന് മുമ്പ് ഇവൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ദേ ഞാൻ മരിക്കാൻ പോവാണ്. ഭാര്യ അവിടെ ഇല്ല, ഭാര്യ വീട്ടിൽ പോയിരിക്കുക. ഞാൻ മരിക്കാൻ പോവാണ്. ഭാര്യ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇയാളെ ചത്താൽ എന്ത്, ചത്തില്ലെങ്കിൽ എന്ത്, എന്തെങ്കിലും കാട്ടിക്കൂട്ട്. ഇവൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. അവള് ചിന്തിച്ചത് തമാശയായിരിക്കും. നീയാള് ചത്താൽ എന്ത്, ചത്തില്ലെന്തിലെന്ത്, എന്തെങ്കിലും കാട്ടിക്കൂട്ട്. ഇവന്റെ ഉള്ളിലേക്ക് നിരാശ കയറി. നിരാശ, അസ്വസ്ഥത. ഭാര്യ മക്കളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു, ആരുമില്ല.
ഇവൻ ഈ ഗുളികകളെല്ലാം കൂടി എടുത്തങ്ങോട്ട് കഴിച്ചു, വാതിലും പൂട്ടി. ഇവൻ്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ്. ഈ സമയത്ത് അങ്ങ് ദൂരെ ഒരു കോൺവെന്റിലിരുന്ന് ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ ഈ മകന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഇവൻ ഗുളികകളെല്ലാം കൂടി എടുത്തു കഴിച്ചു. ഇവൻ്റെ ജീവിതത്തിൽ അവസാനം എന്ന് തന്നെ കരുതി അവൻ അങ്ങനെ ജീവിതത്തോട് മരണത്തോട് മല്ലിട്ട് കട്ടിലെ കിടക്കുമ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതും കേട്ടതുമായ ഒരു കൂട്ടുകാരൻ ഇവൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ വരികയാണ്. വാഹനത്തിൽ യാത്ര ചെയ്ത് വരുന്നു. ഇവന് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലൊരു എന്തോന്നറിഞ്ഞുകൂടാ, ഒന്ന് അവൻ്റെ വീട്ടിലോട്ട് ഇറങ്ങാം. വീട്ടിലോട്ട് കടന്നു ചെല്ലുന്നു. അകത്തൊന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പം ഇവൻ്റെ ഉള്ളിലൊരു പ്രചോദനം, അകത്തെന്തോ അസ്വസ്ഥതയുണ്ട്. ഈ ചെറുപ്പക്കാരൻ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറുമ്പോൾ നുരയും പതയുമായിട്ട് മരണത്തോട് മല്ലിടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ കിടക്കുകയാണ്. കടന്നു ചെന്നവൻ ഇവനെയും വാരിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. കൊണ്ടുപോയ ആ ലോക്കൽ പ്രദേശത്തെ ഹോസ്പിറ്റലിൽ അവർക്ക് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തീരാറായ കേസാണ്. പിന്നെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു. ഒത്തിരിയേറെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ രക്ഷപ്പെട്ടു. ഞാനിതിപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാനൊരു കാരണമാണ്. ആ പാവപ്പെട്ട കന്യാസ്ത്രീ പറഞ്ഞു, അച്ഛാ എന്താണെന്നറിഞ്ഞുകൂടാ, ആ സമയത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ പിന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എവിടെയോ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം സംഭവിക്കുന്നത് എത്രയോ ശക്തമായി പല പല ദേശങ്ങളിൽ പല പല രൂപത്തിലും ഭാവത്തിലും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കും ഇതുപോലെ പ്രാർത്ഥിക്കാൻ ചില പ്രചോദനങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? അനേകരുടെ ഉള്ളിൽ ഒരു കെയ്റോസ് അനുഭവം കിട്ടുന്നതിന് വേണ്ടി, അനേകരുടെ ജീവിതത്തിൽ ദൈവം അതിശക്തമായി ഇടപെടുന്നതിന് വേണ്ടി നിന്നിലൂടെ ദൈവം അത് സംഭവിപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് കെയ്റോസ് അനുഭവം കിട്ടുന്നത് ആ കിട്ടിയ അനുഭവം പൊതിഞ്ഞു പിടിച്ച് എനിക്ക് ദൈവത്തെ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കാനല്ല, മറിച്ച് കിട്ടിയ അനുഭവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, അനേകർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനുള്ള നിയോഗമാണ് കെയ്റോസ് അനുഭവം കിട്ടിയ വ്യക്തിയുടെ ദൗത്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശ്വസിച്ചോണം. കെയ്റോസ് അനുഭവം കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നീ അത് വെറുതെ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടി എന്നാ പിന്നെ ഞാൻ മാത്രം ആത്മീയമായിട്ട് വളരാം, അങ്ങനെയല്ല. നമ്മിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ച ഓരോ വ്യക്തിയും വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ ദൈവം പല മേഖലകളിൽ കെയ്റോസ് അനുഭവം തന്നിട്ടുണ്ട്. ദൈവം വ്യക്തിപരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നടുവിൽ ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികളെ മനസ്സിൽ ഓർക്കുക. കർത്താവ് നിന്നെ നിർത്തിയതാണ്. നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. നീ നേടിയതല്ല, ദൈവം നിനക്ക് നേടിത്തന്നതാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന ചിന്തകൾക്കപ്പുറം കർത്താവ് ചില കാര്യങ്ങൾ പ്രവർത്തിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച്, ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്നതല്ല ഞാൻ, ദൈവം നിന്നെ നിർത്തിയതാണ്. ഞാൻ നേടിയതെല്ലാം കർത്താവെ അങ്ങെനിക്ക് തന്നതാണ്. വിശ്വസിച്ചോ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് പറഞ്ഞൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. നിന്നതല്ല കർത്താവേ, ദൈവം നിന്നെ നിർത്തിയതാണ്. നേടിയതല്ല കർത്താവേ, ദൈവം എനിക്ക് തന്നത് മാത്രമേ ഉള്ളൂ. ആരാധന, 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 ആരാധന. നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. നേടിയതെല്ലാം കർത്താവെ അങ്ങനെനിക്ക് തന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. യെസ്, വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. നേടിയതല്ല, ദൈവം എനിക്ക് തന്നതാണ്. വിശ്വസിച്ച് കൈയടിച്ചേ. യെസ്. നിന്നതല്ല,
ദൈവം എന്നെ നിർത്തിയതാ. നേടിയതെല്ലാം ആമേൻ ദൈവമെല്ലാം തന്നതല്ലേ. പഠിക്കേ, നിന്നതല്ല നാം ദൈവമെല്ലാം നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വഴികളിൽ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ആമേൻ. നടത്തിയ ദിനങ്ങളിൽ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ ദൈവത്തിന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ആമേൻ. ഇനിയും നടത്തണേ തിരുഹിതം. ആമേൻ ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. വലിയൊരു അഭിഷേകം. ആരാധന 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവേ, അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ.